എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 5 റിവ്യൂ ആണ്. രാവിലെ തന്നെ ശരത്തും അക്ബറും ബിന്നിയും കൂടെ ശൈത്യനെ റെഡ് സോണിൽ എത്തിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ റെഡ് സോണിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന വഴി ശൈത്യം ഉണർന്നു. എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ജസ്റ്റ് മിസ്സാണ്. അതിനുശേഷം അനീഷിനെയും ഷാനവാസിനെയും കൂടെ കാണിക്കുകയാണ്. അനീഷിനെ ഷാനവാസ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അനീഷിന് ഷാനവാസിനെ ഇഷ്ടമേ അല്ല. അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ളവരെക്കാട്ടിൽ കൂടുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാ, നിന്നെ ഞാൻ അടുപ്പിക്കില്ലടാ എന്നൊക്കെ ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട്. അതിനുശേഷം രേണു ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ വിഷയം ഷാനവാസിനോടൊക്കെ സംസാരിക്കുകയാണ്. രേണു പറയുന്നു, എന്നെ അങ്ങനെ വിളിച്ചത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ്, വിധവകൾക്കെതിരെയാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഈ അക്ബർ അതിൽ കയറി ഇടപെടുകയാണ്. കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും അട്ടിപ്പേരവകാശം രേണു സുധി ഏറ്റെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറും അതിനിടയ്ക്ക് അഭിലാഷും കൂടെ കയറി വന്ന് രേണുവിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനു അതിൻ്റെ കൂട്ടത്തിലിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ആരും വിധവകൾക്കെതിരെയും പറഞ്ഞിട്ടില്ല, സ്ത്രീകൾക്കെതിരെയും പറഞ്ഞിട്ടില്ല, ചേച്ചീനെയാണ് പറഞ്ഞത്, അപ്പം ചേച്ചിയാണ് അതിന് റിയാക്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ലൈവിൽ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. ലൈവിന് വന്നടിയായിരുന്നു. ഇങ്ങനെ വിളിച്ചതിന് അക്ബർ രേണുവിനോട് ഇന്നലെ രാത്രി മാപ്പ് പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഈ വഴക്കുണ്ടായ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഞാൻ ആ മാപ്പ് പറഞ്ഞത് തെറ്റായിപ്പോയി, ആ മാപ്പ് ഞാൻ തിരിച്ചെടുക്കുന്നു, ഇവളോട് അങ്ങനെ മാപ്പ് പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അടുത്തത് മോർണിംഗ് ആക്ടിവിറ്റിയാണ്. റേസിംഗ് സ്റ്റാർ 3 പേരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇവരോട് ഡിബേറ്റ് നടത്തി മറ്റു 3 പേർക്ക് അത് സ്വന്തമാക്കാം. നിലവിൽ ആര്യൻ്റെ കയ്യിലും ജിസേലിൻ്റെ കയ്യിലും ആദിലേൻ്റെയും നൂറിൻ്റെയും കയ്യിലുമാണ് ഈ റേസിംഗ് സ്റ്റാർ ഉള്ളത്. അപ്പോൾ ഇവരോട് ഡിബേറ്റ് ചെയ്യാൻ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് ഷാരികേനെയും ഒനീലിനെയും നെവിനെയാണ്. നിലവിൽ കയ്യിലുള്ള ആൾക്കാർ അത് നിലനിർത്താനും ചലഞ്ച് ചെയ്യാൻ പോകുന്നവർ നന്നായിട്ട് ഡിബേറ്റ് നടത്തി അത് സ്വന്തമാക്കാനും ശ്രമിക്കണമെന്നുള്ളതാണ് മോർണിംഗ് ആക്ടിവിറ്റി. ആദ്യം ജിസേലും നെവിനും കൂടിയാണ് ഡിബേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ നെവിനാണ് വളരെ ഫണ്ണി ആയിട്ടും നന്നായിട്ടും ജിസേലിൻ്റെ അടുത്ത് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നെവിനെയാണ് അതിൽ വിൻ ചെയ്തതായിട്ട് വീട്ടുകാർ സെലക്ട് ചെയ്തത്. അതിനുശേഷം ആദിലയും നൂറയും ശാരികയാണ് വരുന്നത്. അതിൽ ആദിലയും നൂറയും തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഒണീലും ആര്യനുമായിട്ടുള്ള ഡിബേറ്റിൽ ആര്യനെ തന്നെയാണ് വീട്ടുകാർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ജിസേലിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ റേസിംഗ് സ്റ്റാർ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 2 പേരും അത് നിലനിർത്തി. അതിനുശേഷം ജിസേലിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുകയാണ് ജിസേലിൻ്റെ സാധനങ്ങളെല്ലാം തിരിച്ച് സ്റ്റോർ റൂമിലേക്ക് വെക്കാനായിട്ട്. അതോടുകൂടി ജിസേൽ തീർന്നു, ആകെ പൊട്ടിത്തെറിച്ചു. അവിടെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, മതിയായല്ലോ നിങ്ങൾക്ക്, എനിക്ക് മലയാളം അറിയില്ല എന്നറിയില്ലേ, നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? എല്ലാവർക്കും എന്നോട് അസൂയയാണ്, ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും അസൂയ തോന്നിയതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്നെ തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഭയങ്കര അടിയാണ്. ഇതിനിടയ്ക്ക് നെവിൻ പോയിട്ട് ജിസേലിനോട് പറയുന്നു, ജിസേലിൻ്റെ റേസിംഗ് സ്റ്റാർ ബാൻഡ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചത് അക്ബറാണെന്ന്. എന്നിട്ട് അക്ബറിനോട് പോയിട്ട് ജിസേൽ പറയുന്നു, നിങ്ങളുടെ ഗോൾഡ് കോയിൻ പോയതിൽ എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ ചെയ്ത കർമ്മയാണ് അത് നഷ്ടപ്പെടാൻ കാരണം, നിങ്ങളിപ്പോൾ നോമിനേഷനിലും ഇല്ലേ, അത് നിങ്ങളുടെ കർമ്മ കാരണം കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ബഹളം വെച്ചിട്ട് ജിസേൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ ജിസേലിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞതിന് ശേഷവും ജിസേൽ അവിടെ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് ജിസേലിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ജിസേലിനോട് ബിഗ് ബോസ് ചോദിക്കുന്നു, ഇവിടെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് ജിസേൽ വിചാരിക്കുന്നുണ്ടോയെന്ന്. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ആകെ കിട്ടുന്ന യൂണിഫോം വെച്ചിട്ടാണ്. അതിൽ പലർക്കും മര്യാദയ്ക്ക് കുളിക്കാനോ ഡ്രസ്സ് മാറാനോ ഒന്നും പറ്റുന്നില്ല. ചിലർ മിനിഞ്ഞാന്നിട്ട ഡ്രസ്സ് തന്നെയാണ് ഇന്നും ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ജിസേലിൻ്റെ ഡ്രസ്സും ഇട്ട് മേക്കപ്പ് ഇട്ടൊക്കെ നടക്കുന്നത്. പിന്നെ പറയുന്നു ജിസേലിന് കൊടുത്തിട്ടുള്ള ഡ്രസ്സ് ഇടണം, മുഴുവൻ സാധനങ്ങളും സ്റ്റോർ റൂമിലേക്ക് വെക്കാനൊക്കെ പറയുന്നു. ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി എന്നുള്ള വീക്കിലി ടാസ്ക് തുടങ്ങുകയാണ്. അപ്പോൾ നിലവിൽ ഗോൾഡ് കോയിൻ ഉള്ളത് ഷാനവാസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇത്തവണ ഷാനവാസ് തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണറിന് ഗോൾഡ് കോയിൻ കിട്ടിയാൽ മാത്രമേ ഈ ഗോൾഡൻ പവർ ഷാനവാസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷാനവാസ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആര്യനെയാണ്. അപ്പോൾ ഓൾറെഡി ഈ കോയിൻസ് കയ്യിലുള്ള ആൾക്കാരാണ് മത്സരിക്കുന്നത്. 8 പേരുടെ കയ്യിലാണ് കോയിൻസ് ഉള്ളത്. അക്ബർ, അനീഷ്, അഭിലാഷ്, ആര്യൻ, ബിന്നി, റെന, ജിസേൽ, ഷാനവാസ്. ഇന്നത്തെ ടാസ്കിൽ 3 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ടിൽ 3 പേര് പോയി മത്സരിക്കണം, രണ്ടാമത്തെ റൗണ്ടിൽ 3 പേര് പോയി മത്സരിക്കണം, മൂന്നാമത്തെ റൗണ്ടിൽ 2 പേര് മത്സരിക്കണം. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ പോകുന്നത് ബിന്നിയും റെനയും ജിസേലുമാണ്. ബിന്നിക്ക് 13 കോയിൻസ് കിട്ടുന്നു, റെനയ്ക്ക് 14 പോയിൻറ്റ്സ് കിട്ടുന്നു, ജിസേലിനും
14 പോയിൻറ്റ്സ് കിട്ടുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ അഭിലാഷും അനീഷും ഷാനവാസുമാണ് പോകുന്നത്. അതിൽ അഭിലാഷിന് 18 കോയിൻസും അനീഷിന് 12 കോയിൻസും ഷാനവാസിന് 15 കോയിൻസും കിട്ടുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ ആര്യനും അക്ബറുമാണ് പോകുന്നത്. അതിൽ ആര്യന് 17 കോയിൻസും അക്ബറിന് 23 കോയിൻസും കിട്ടുന്നു. കൂടാതെ ഈ റൗണ്ടിൽ ജയിക്കുന്നയാൾക്ക് ഗോൾഡ് കോയിനും അതുപോലെ തന്നെ ഡെസ്റ്റിനി കോയിനും ഉണ്ടാവും. ഈ റൗണ്ടിൽ അക്ബറാണ് ജയിച്ചിട്ടുള്ളത്. അഭിലാഷാണ് രണ്ടാമത് വന്നത്. എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നതിന് ശേഷം അക്ബറിൻ്റെ മുന്നിൽ ഗോൾഡ് കോയിനും ഡെസ്റ്റിനി കോയിനും വയ്ക്കുന്നു. അപ്പോൾ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് അക്ബർ ആയതുകൊണ്ട് അക്ബറിനോട് എഴുന്നേക്കാൻ പറയുന്നു. അങ്ങനെ അക്ബറിനോട് പറയുന്നു, ഇതിൽ ഏത് കോയിൻ അക്ബർ എടുക്കണം, ഏത് കോയിൻ അഭിലാഷിന് കൊടുക്കണമെന്ന് അക്ബറിന് തീരുമാനിക്കാം. അപ്പോൾ അക്ബർ ഡെസ്റ്റിനി കോയിനും എടുക്കുന്നു, അഭിലാഷിന് ഗോൾഡ് കോയിനും കൊടുക്കുന്നു. ഇത് രണ്ടും സൂപ്പർ പവറുള്ള കോയിൻസാണ്. അപ്പോൾ അക്ബർ എടുത്തിരിക്കുന്ന ഡെസ്റ്റിനി കോയിൻ്റെ സ്പെഷ്യൽ പവർ എന്താണെന്ന് വെച്ചാൽ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ പങ്കെടുക്കുന്ന 4 പേരിൽ ഒരാളെ അകത്തേക്കും അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളെ പുറത്തേക്കും, അതായത് ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിലേക്കും സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അക്ബർ ഷാനവാസിനെ അകത്തേക്ക് വിളിക്കുന്നു. ഷാനവാസിന് പകരം രഞ്ജിത്തിനെ ആ ടാസ്കിലേക്ക് വിടുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് അക്ബർ ഷാനവാസിനെ എന്തായാലും വിളിക്കാൻ പോണില്ല, ഒന്നെങ്കിൽ ബിൻസീനെയോ അല്ലെങ്കിൽ ജിസേലിനെയോ വിളിക്കും എന്നുള്ളതാണ്. കാരണം ജിസേലാണ് ഒട്ടും ഉറങ്ങാത്ത ആൾ. അപ്പോൾ ഇവരുടെ മുന്നത്തെ പ്ലാനിങ് ഒക്കെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഷാനവാസിനെ കൊണ്ടുവന്ന് റെഡ് സോണിൽ വെക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ജിസേലാണ് ഉറങ്ങാതിരിക്കുന്ന ആൾ. ജിസേലിനകത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഷാനവാസിനെ ഈസി ആയിട്ട് കൊണ്ട് വെക്കാമല്ലോ. അപ്പോൾ ഷാനവാസിനെ എന്തായാലും പറയത്തില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അക്ബറിൻ്റെ പ്ലാനിങ് വേറെയായിരുന്നു. അതേപോലെ ഗോൾഡ് കോയിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ, ഷാനവാസിൻ്റെ ഗോൾഡൻ പവർ നഷ്ടപ്പെട്ടതിൻ്റെ പരിണിത ഫലമായിട്ട് ഷാനവാസിനെയോ ഷാനവാസ് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്ത ആര്യനെയോ ഇവരിൽ 2 പേരിൽ ഒരാളെ അഭിലാഷിന് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അഭിലാഷ് ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അക്ബർ ശരത്തിനോട് ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് ഷാനവാസിനകത്തേക്ക് വിളിച്ചതെന്നുള്ള റീസൺ പറയുകയാണ്. ഷാനവാസ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ അതൊരു ഹീറോയിക് പരിവേഷം കിട്ടും. കാരണം ഈ 72 മണിക്കൂറോളം ഉറക്കം നിന്ന് ടാസ്ക് വിജയിച്ച് വന്നു എന്നുള്ളൊരിത് കിട്ടും. അപ്പോൾ പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിപ്പോൾ അക്ബർ കൊടുത്തിട്ടുള്ള ഔദാര്യത്തിൽ കയറി എന്നുള്ള ഇതാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഷാനവാസിനെ സെലക്ട് ചെയ്തതെന്ന് അക്ബർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബിന്നീനെ പറ്റിയിട്ട് അടുക്കളയിൽ നിന്നിട്ട് ഒണിയലും രഞ്ജിത്തും ഷാനവാസും കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ബിന്നിയാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ വിഷം, ഭയങ്കര കുത്തിത്തിരിപ്പാണ് എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്ത് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് നീ ശൈത്യനെ ഉള്ളിലാക്കിയിട്ട് ബിന്നീനെ പുറത്താക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിന്നീനെ ഈസി ആയിട്ട് എവിക്റ്റ് ചെയ്യാം എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവർ കുറച്ച് ആൾക്കാരെ പുറത്താക്കാനായിട്ടിരുന്ന് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. ഇപ്പോൾ അവർ പറയുന്നത് ബിൻസീനെ പുറത്താക്കണം, ബിന്നീനെ പുറത്താക്കണം എന്നൊക്കെയാണ്. പിന്നീട് ബിഗ് ബോസ് വീണ്ടും എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ബാഡ്ജ് കൈവശം ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും പേഴ്സണൽ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിലുണ്ട്, ബിന്നീൻ്റെ കയ്യിലുണ്ട്, റെനേൻ്റെ കയ്യിലുമുണ്ട്, അതേപോലെ തന്നെ ജിസേലിൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇവർക്ക് രാവിലെ ഈ അനീഷിനൊരു ആക്ടിവിറ്റി കൊടുത്തിരുന്നു, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുത്തിരുന്നു. ഈ ബാഡ്ജ് കയ്യിലില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും ഷാനവാസിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. റെനേൻ്റെ കയ്യിലുണ്ട് എന്ന് ഇങ്ങനെ 1% ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ജിസേലിൻ്റെ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആ പറഞ്ഞതിന് ശേഷവും ജിസേൽ മേക്കപ്പ് പ്രോഡക്ട്സ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. എന്നിട്ടും ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഈ ലാസ്റ്റ് വാണിംഗ് കൊടുത്തതിന് ശേഷം ഇപ്പോഴും ലിപ്സ്റ്റിക്ക് ജിസേലിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ബിഗ് ബോസ് പറയുന്നു, ഈ ബാഡ്ജ് കയ്യിലില്ലാത്തവരുടെ മുഴുവൻ സാധനങ്ങളും സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുക, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന്. രാവിലെ ഈ ഇൻസ്പെക്ഷൻ നടന്നിരുന്ന സമയത്ത് ബിന്നീൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനം കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബിന്നി ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ബിന്നി കയ്യിൽ സാധനം വെച്ചിട്ട് കള്ളം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അക്ബർ അതിനെതിരെ സംസാരിക്കുകയാണ്. അതിനുശേഷമാണ് ഷാനവാസും അക്ബറും ശരത്തും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നടക്കുന്നത്.
എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ലൈവിൽ ശരിക്കും അക്ബറും ശരത്തും കൂടി ഇരിക്കുന്ന സമയത്ത് ഷാനവാസ് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഷാനവാസ് അക്ബറിനോട് പറയുകയാണ്, ഒന്നെങ്കിൽ നീ എന്നെ അകത്താക്കിയത് ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്നു എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സിലായിരിക്കണം, അതല്ലെങ്കിൽ നീ എന്നെ വെച്ച് വേറെ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അക്ബർ പറയുന്നു, അല്ല നീ പിന്നെ ഉറക്കം ഇതാക്കി നിൽക്കുകയല്ലേ, അപ്പം നീ ഉറക്കം നിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അപ്പോൾ ഈ വീക്ക്നെസ്സിൽ നീ പുറത്തേക്ക് പോരുതെന്ന് എനിക്കുണ്ടായിരുന്നു, നീ ഇവിടെ അകത്ത് വേണം, എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നീ പുറത്ത് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. അപ്പം ഈ ഷാനവാസ് പറയാണ്, എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ആദ്യത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ലയെന്ന്. അപ്പം പിന്നെ അക്ബറും ശരത്തും അതിനെതിരെ പറയാൻ തുടങ്ങി, കള്ളം പറയല്ലേ ഷാനവാസേ, നീ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയതല്ലേ, ഞങ്ങൾ വന്ന് വിളിച്ചിട്ടും കൂടെ നീ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞാനിതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഞാനൊരു നല്ല ആക്ടറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ. അപ്പം അക്ബർ പറയുന്നു, അപ്പം നീ മരുന്ന് കഴിക്കുന്ന ആളാണ്, നിനക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ മണ്ടന്മാരാണ് അല്ലേ, അപ്പോൾ ഇത്രയും ദിവസം നിനക്ക് വേണ്ടി കാവലിരുന്ന അവരും ഒക്കെ മണ്ടന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ എന്ത് ചെയ്യുന്നു, ഇത് പോയിട്ട് ശൈത്യേൻ്റെ അടുത്തും ബിൻസീൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും പോയി പറയുന്നു. അപ്പോൾ ശൈത്യ ചോദിക്കുന്നു, അപ്പം ഞങ്ങളെ ചീറ്റ് ചെയ്യുന്നത് പോലെ ആയില്ലേ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ സംസാരിക്കുന്നു. ബിൻസി ഭീകരമായിട്ട് ഷാനവാസിനെതിരെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അഭിനയിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത് പറയണമായിരുന്നു. ഇത് കൂടെ 4 പേരും കൂടെ ഇരുന്ന് ആലോചിച്ച്, ബിൻസിയാണ് കുറച്ചെങ്കിലും അതിൽ ഉറങ്ങിയിട്ടുള്ളത്, ജിസേൽ ആയിക്കോട്ടെ ശൈത്യ ആയിക്കോട്ടെ ഒട്ടും ഉറങ്ങിയിട്ടേ ഇല്ല. അവർ ഈ ഷാനവാസിന് കാവലിരിക്കുകയാണ്. കാരണം ഷാനവാസ് അതേപോലെ കിടന്നുറങ്ങുമായിരുന്നു, ഇവർ വന്ന് വിളിച്ചിട്ട് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഷാനവാസിനെ എടുത്ത് റെഡ് സോണിൽ കൊണ്ട് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന് ഇവർ കാവലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളെ പറ്റിക്കുകയല്ലായിരുന്നോ, ചീറ്റ് ചെയ്യുകയല്ലായിരുന്നോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന് പറയണമെന്ന് പറഞ്ഞ് ബിൻസി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഷാനവാസിനെതിരെ. ഇതിനിടയ്ക്ക് കുറേശ്ശെയായിട്ട് പെട്രോൾ ഒഴിക്കുന്നത് പോലെ അക്ബർ വന്നിട്ട് ഓരോരോ റീസൺസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം ഷാനവാസ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. വല്ലപ്പോഴും എങ്ങാനും ഞാൻ 1-2 തവണ കണ്ണടച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന്, അതിന് മുമ്പ് ഇവരോട് സംസാരിക്കുമ്പോൾ ഗോഡ് പ്രോമിസ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞൊരാളാണ്. 1-2 തവണ എങ്ങാനും കണ്ണടച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ശരത്ത് അതിൽ കയറി ഇടപെടുന്നുണ്ട്. നിങ്ങളുള്ള കാര്യം പറ, നിങ്ങൾ ശരിക്കും ഉറങ്ങിയോ? ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പിന്നെയും പറയുന്നു. അങ്ങനെ ഷാനവാസിന് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നീട് ഈ ബിൻസീൻ്റെ അടുത്തും ശൈത്യേൻ്റെ അടുത്തും അക്ബർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ, ഞാൻ ഷാനവാസിൻ്റെ ഗെയിം മുൻകൂട്ടി കണ്ടിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്, പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഷാനവാസിനെ തന്നെ അകത്തേക്ക് കയറ്റിയത് ശരിയാണോ എന്നൊക്കെയുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പം എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവൻ അകത്ത് കയറി കഴിഞ്ഞാലും ചിലപ്പോൾ പറയും, ഇതേപോലെ തന്നെ പറഞ്ഞാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അക്ബർ പോയ പുറകെ ബിൻസി ശൈത്യേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം ഈ പറഞ്ഞ ആളിനെയും വിശ്വസിക്കാനൊന്നും നിൽക്കരുത് എന്ന്. അതിനുശേഷം വീക്കിലി ടാസ്കിൻ്റെ അവസാന ഭാഗമാണ്. ഗാർഡൻ ഏരിയയിൽ ഫോയിലിൽ പൊതിഞ്ഞിട്ട് ബ്ലാക്കും വൈറ്റും കളറിലുള്ള കോയിൻസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ബസ് അടിക്കുന്ന സമയത്ത് ഈ മത്സരിക്കുന്ന ആൾക്കാർ ഈ 8 പേര് പോയിട്ട് കോയിൻസ് കളക്ട് ചെയ്യുക. അതിൽ വൈറ്റ് കോയിൻ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ഈ ടാസ്കിൽ ജയിക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ഇത്തവണ പണിപ്പുരയിലേക്ക് പോകാൻ പറ്റുക. അങ്ങനെ അവസാന ഘട്ടത്തിൽ അനീഷ് 10 കോയിൻസ് കളക്ട് ചെയ്തു, അക്ബർ 7 വൈറ്റ് കോയിൻസ് കളക്ട് ചെയ്തു, ആര്യൻ 15 കോയിൻസും, അഭിലാഷ് 8 കോയിൻസും, ബിന്നി 9 കോയിൻസും, റെന 7 കോയിൻസും, ജിസേല് 7 കോയിൻസും, ഷാനവാസ് 10 കോയിൻസും. അങ്ങനെ ഈ ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്ന് പറയുന്ന ടാസ്കിൽ മൊത്തം പോയിൻറ്റ്സ്, ടോട്ടൽ പോയിൻറ്റ്സ് റെനയ്ക്ക് 23 പോയിൻറ്റ്സ്, അനീഷിന് 26 പോയിൻറ്റ്സ്, ജിസേലിന് 26 പോയിൻറ്റ്സ്, ബിന്നിക്ക് 27 പോയിൻറ്റ്സ്, ഷാനവാസ് 29, അഭിലാഷ് 29, ആര്യൻ 36 പോയിൻറ്റ്സ്, അക്ബർ 37 പോയിൻറ്റ്സ്. അപ്പോൾ ഈ ടാസ്കിൽ, ഈ വീക്കിലി ടാസ്കിൽ അക്ബറാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
അടുത്ത തവണ ഈ പണിപ്പുരയിലേക്ക് അക്ബറിന് മാത്രമായിരിക്കും പോകാൻ പറ്റുക. ഒക്കെ കഴിഞ്ഞിട്ട് ബിന്നി ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു ചെറിയ പാക്കറ്റ് കൊണ്ടുവന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആകെ കൂടെ ഇനി ഇതേ ഉള്ളൂ, അക്ബറാണല്ലോ പണിപ്പുരയിലേക്ക് പോകുന്നത്, അപ്പോൾ എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാനുള്ളതും കൂടെ എടുത്തിട്ട് വരികയാണെങ്കിൽ നല്ലത്, ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വിശപ്പ് മാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ അക്ബറും രാത്രി വെളുപ്പിനെയൊക്കെ ആയ സമയത്ത് അക്ബറും ശരത്തും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന വിഷയം ബിൻസി ഷാനവാസിനോട് സംസാരിച്ച രീതിയാണ്. അപ്പോൾ ശരത്ത് പറയാണ്, ഇന്ന് ബിൻസി ഷാനവാസിനോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ സംസാരത്തിൻ്റെ പവർ മനസ്സിലായത്. നാളെ അവൾ നമ്മളോടും ഇതേ രീതിയിൽ സംസാരിച്ചാലോ, അതുകൊണ്ട് ബിൻസീനെ എത്രയും വേഗം പുറത്താക്കണം, ബിന്നീനെ എത്രയും വേഗം പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വൻ പ്ലാനിങ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്.